ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീം ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ക്രീം ചീസ്. പക്ഷേ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലോ ഒടുക്കത്തെ റേറ്റ് കേട്ടോ. ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ക്രീം ചീസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് മിൽമയുടെ പാലാണ്, അതിന് 1/2 ലിറ്ററിൻ്റെ പാലാണ്. ഇനിയിപ്പോൾ അത് മൊത്തമായിട്ടും ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഈ പാലിൽ നമ്മളിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാല് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു ടൈം ആയപ്പോഴേക്കും പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി കേട്ടോ. അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ഒരു നീര് 2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിലോട്ട് 3 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഈ ഒരു ബൗളിലാക്കിയിട്ടും ടീസ്പൂണിനോട് അളന്ന് കാണിക്കുന്നത്. പിന്നെ പാല് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കേണ്ട. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലൊക്കെ നല്ല രീതിയിൽ പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളൊരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ ഒരു ക്രീം ചീസിൻ്റെ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ലൈസ്ഡ് ചീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റാണ് കേട്ടോ, ഒന്ന് ക്രീം ചീസിൻ്റെ വീഡിയോ കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരമാവല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തമായിട്ടും ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോക്കിയെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ഈ ഒരു ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചിലവരൊക്കെ ഈ ഒരു ക്രീം ചീസ് ഉണ്ടാക്കുന്ന സമയത്ത് പാല് തിളപ്പിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചീസ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചൊരു സോൾട്ടി ആയിരിക്കില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ആഴ്ചയൊക്കെ കേട് കൂടാണ്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ പാല് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ പാലെടുക്കുകയാണെങ്കിലും ഒരിക്കലും അളവ് കൂടി പോകരുത്. ഇതുപോലെ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മിക്സ് ക്രീമി ടെക്സ്ചറിലാവുന്ന വരെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആയി കിട്ടും കേട്ടോ. ഇതുപോലെ ഒട്ടും തരികളോ കട്ടകളോ ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചീസ് മൊത്തമായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചീസ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ആരും ടെൻഷൻ ആവേണ്ട, നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ലൂസാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചീസിൻ്റെ പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാലും മതി. ഇനിയിപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ഒരു ചീസ് പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല എന്താ പറയുക തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചീസ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചീസ് വന്നിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡഡ് ക്രീം ചീസിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയല്ല കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സ് ഒക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്ത് വിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ചീസ് വെച്ച് ഡെസേർട്ടും അതുപോലെ തന്നെ കേക്കും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എപ്പം നോക്കിയാലും എൻ്റെ കയ്യിൽ ക്രീം ചീസും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ക്രീം ചീസ് വെച്ച് ഞാൻ നല്ലൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു ചീസ് കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട്. അത് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ക്രീമി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചീസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.